Good afternoon. Good afternoon, ma'am. നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ബ്ലഡ് ബാങ്കിന്റെ ഇവിടെ കോൺസ്റ്റിറ്റ്യൂൻസ് പറഞ്ഞു, ബ്ലഡിലെ കമ്പോണൻസ് ഏതൊക്കെയാണ്, അതിലെ ഓരോ ഫങ്ഷൻസും ഇവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. വാട്ട് ഈസ് ട്രാൻസ്ഫ്യൂഷൻ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്ത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? Why are blood bank important? എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്? എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ? ടിപ്പിക്കലി ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ബ്ലഡ് കമ്പോണൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക്, രക്തപ്രവാഹത്തിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കംസ് ഇൻ ടു ആക്ട് എസ്പെഷ്യലി. അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരെ ഡോണർ എന്നും ആ ബ്ലഡ് സ്വീകരിക്കുന്ന ആളെ പേഷ്യന്റ്, അതായത് റെസിപ്പിയന്റ് എന്നുമാണ് പറയുന്നത്. ഡൊണേറ്റ് ചെയ്യുന്നത് ഡോണറും ബ്ലഡ് സ്വീകരിക്കുന്ന ആള് റെസിപ്പിയന്റ് എന്നും പറയുന്നു. It comes into act especially as a life-saving process. ഇതെന്താ? ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. ലൈഫ് സേവിംഗ് നമ്മുടെ ഒരു ജീവൻ നിലനിർത്തുന്ന ഒരു പ്രോസസ് ആണ്, ജീവൻ സംരക്ഷിക്കുന്ന ഒരു പ്രോസസ് ആണ് ഫോർ ദ റെസിപ്പിയന്റ്. ആർക്കാ? ഈ ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഇസ് എ ലൈഫ് സേവിംഗ് പ്രോസസ്. When there is a large loss of blood cells through bleeding or depression of the bone marrow. Bone marrow എന്ന് പറഞ്ഞാൽ അസ്ഥിമജ്ജ. അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ, അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഒക്കെ വഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ബ്ലഡ് നഷ്ടപ്പെട്ട്, വലിയ അളവിൽ ബ്ലഡ് നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. അവരുടെ ജീവൻ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പ്രോസസ് ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. So the blood transfusion is considered as a noble cause. Noble cause എന്ന് പറഞ്ഞാൽ മഹത്തായ കൃത്യം. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മഹത്തായ കൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ. ഓക്കെ. അപ്പൊ അതെന്താ പറയുന്നത്? അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ദാറ്റ് ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓൾ മ്യൂട്ട് ആണല്ലോ. ഓക്കെ. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞ എന്താണ്? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. അപ്പോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ബ്ലഡ് നമ്മൾ മറ്റൊരാൾക്ക്
ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഒരാളിൽ നിന്ന് ബ്ലഡ് കമ്പോണൻസ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള് ഡോണറും ബ്ലഡ് റിസീവ് ചെയ്യുന്ന പേഷ്യന്റ് അത് റെസിപ്പിയന്റും ആണ്. റെസിപ്പിയന്റ് ഇത് റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് പ്രോസസ് ആണ്. ധാരാളം ബ്ലഡ് നഷ്ടപ്പെടുന്ന ബ്ലീഡിങ് മൂലം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ബോൺ മാരേക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ ഇവ മൂലം ഒക്കെ ധാരാളം ബ്ലഡ് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് പ്രോസസ് ആണ്. സോ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർ ആസ് എ നോബിൾ കോസ്. അതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മഹത്തായ കൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി ഇവിടെ നോക്കിയേ, ബ്ലഡ് ബാങ്ക് സർവീസസ് എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്ക് ചെയ്യുന്നത്? ആസ് ദ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദി കളക്ട് എന്ത് ചെയ്യാണ്? ബ്ലഡ് കളക്ട് ചെയ്യുന്നു. ദെൻ ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്സ് ഓഫ് ബ്ലഡ്. അപ്പൊ ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെയാ ചെയ്യുന്നത്? കളക്ട് ബ്ലഡ്, ടെസ്റ്റ് ചെയ്യുന്നു, ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്സ് ഓഫ് ബ്ലഡ്. എല്ലാ തരത്തിലുള്ള ബ്ലഡുകൾ അവിടെ കളക്ട് ചെയ്യുന്നു, അത് ടെസ്റ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഇതൊക്കെ ബ്ലഡ് ബാങ്ക് സർവീസിൽ വരുന്നതാണ്. They watchfully screen test the blood for any sign of infection. എന്താ അവര് വളരെ സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. എന്തെങ്കിലും ഇൻഫെക്ഷന്റെ എന്തെങ്കിലും ഒരു കണികകൾ ഉണ്ടോ? They watchfully screen test the blood for any sign of infection. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷന്റെ എന്തെങ്കിലും ഒരു കണിക പോലും ഉണ്ടോ എന്നുള്ളത് വളരെ സസൂക്ഷ്മമായിട്ട് അവര് ശ്രദ്ധിക്കുന്നു, വാച്ച് ചെയ്യുന്നു. Other than the screening of the infection, ഈ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷന് പുറമെ they also check the blood type. നോക്കി ഇവിടെ. അപ്പൊ നമ്മള് ഈ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുമെന്ന് പറഞ്ഞു അല്ലെ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോ പ്രീ ഡൊണേഷൻ ചെക്കപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതില് നമ്മൾ പറയുന്നതാണ് ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്ന ടെസ്റ്റുകളിൽ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷന് പുറമെ തന്നെ അവരെന്ത് ചെയ്തേ? വെൻ ഓൾസോ ചെക്ക് ദ ബ്ലഡ് ടൈപ്പ് വെദർ AB or O and whether it is RH negative or RH positive. അപ്പൊ ഇത് ഈ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷന് പുറമെ തന്നെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് അത് ടെസ്റ്റ് ചെയ്യുന്നു. ഓരോ ഗ്രൂപ്പും തിരിച്ചറിയുന്നു. ഏതൊക്കെ 4 ഗ്രൂപ്പുകൾ നമ്മൾ പറഞ്ഞേ? ഗ്രൂപ്പ് AB, O. ഇങ്ങനെ ഏത് ഗ്രൂപ്പ് ആണെന്നുള്ളത് അവിടെ അവര് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനിയോ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുക മാത്രമല്ല, whether it is RH negative or RH positive. RH നെഗറ്റീവ് ആണോ, അത് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ എന്നുള്ളതും കൂടി എന്ത് ചെയ്യും? അവരത് ചെക്ക് ചെയ്യും. ഏത് ഗ്രൂപ്പാണ്? ഇപ്പൊ ഏത് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഗ്രൂപ്പ് ചോദിക്കുമ്പോ A, ഓക്കെ, A ഗ്രൂപ്പ് അല്ലെ, ഗ്രൂപ്പ്. അതില് A പോസിറ്റീവ് ആണോന്നും A നെഗറ്റീവ് ആണോ എന്നുള്ളതും എന്ത് ചെയ്യുന്നു? അവര് അതിന്റെ കൂടെ ടെസ്റ്റ് ചെയ്യുന്നു. RH ഫാക്ടർ, ബ്ലഡിലെ RH ഘടകം ഏതാണെന്ന് നോക്കും. അത് നോക്കിയിട്ട് നമ്മൾ ബ്ലഡ് ഈ ഗ്രൂപ്പുകൾ തിരിക്കുന്നതിന് പുറമെ തന്നെ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യും. ഇതെന്ന് വെച്ചാൽ റീസസ് ഈ RH ഫാക്ടർ എന്ന് പറയുന്ന കാര്യം ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ്. ഒന്ന് ആ പേരൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. കാൾ ലാൻഡ്സ്റ്റെയ്നർ, KARL, കാൾ KARL, കാൾ ലാൻഡ്സ്റ്റെയ്നർ, LANDSTEINER. കാൾ ലാൻഡ്സ്റ്റെയ്നർ, KARL, കാൾ ലാൻഡ്സ്റ്റെയ്നർ, LANDSTEINER. അദ്ദേഹമാണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. അദ്ദേഹം എന്താ വെച്ചാൽ റീസസ് എന്ന് പറഞ്ഞ ഒരു കുരങ്ങിലാണ് ആദ്യം പരീക്ഷണം നടത്തിയത്. റീസസ്, RHESUS, റീസസ്, RHESUS. റീസസ് എന്ന് പറഞ്ഞ ഒരു മങ്കിയില് ആദ്യം നോക്കിയപ്പോ ചില കുരങ്ങുകളില്, റീസസ് കുരങ്ങുകളിൽ നോക്കിയപ്പോ ഒരു പ്രോട്ടീന്റെ പ്രസൻസ് കണ്ടെത്തി. എന്നാൽ ചില മങ്കീസിനെ നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ പ്രോട്ടീന്റെ സാന്നിധ്യം ഇല്ല. അപ്പൊ എന്താ അദ്ദേഹം ചെയ്തത്? ഈ പ്രോട്ടീന്റെ
ഈ പ്രോട്ടീന്റെ സാന്നിധ്യം പ്രസൻസ് ഉള്ള ആ ഇതിനെ നമ്മള് RH റീസസ് എന്ന് പറഞ്ഞ ആ മങ്കിയുടെ പേര്, അത് റീസസ് എന്ന് പറഞ്ഞ അതിന്റെ ഫസ്റ്റ് 2 ലെറ്റർ RH എടുത്തിട്ട് ആ പ്രസൻസ്, ആ പ്രോട്ടീന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ RH പോസിറ്റീവ് എന്നും, ആ പ്രോട്ടീന്റെ പ്രസൻസ് ഇല്ലാത്തതിനെ RH നെഗറ്റീവ് എന്നും അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ മനുഷ്യരിൽ നോക്കിയപ്പോ ചില ആളുകളിൽ ഈ പ്രോട്ടീന്റെ പ്രസൻസ് ഉണ്ട്. അതായത് പ്രോട്ടീന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഏതാ RH പോസിറ്റീവ്. ചില ആളുകളുടെ ബ്ലഡ് ഒക്കെ നോക്കിയപ്പോ അതിൽ പ്രോട്ടീന്റെ സാന്നിധ്യം ഇല്ല, പ്രോട്ടീന്റെ പ്രസൻസ് ഇല്ലാത്തതാണ് RH നെഗറ്റീവ്. അപ്പൊ അങ്ങനെ 2 RH ഫാക്ടറും കൂടി നോക്കി. അപ്പൊ ഓരോ ബ്ലഡ് ഗ്രൂപ്പും നമ്മൾ പഠിക്കുമ്പോൾ അതിൽ എന്തുണ്ട്, RH പോസിറ്റീവും ഉണ്ട്, RH നെഗറ്റീവും ഉണ്ട്. അപ്പൊ എ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ എ പോസിറ്റീവ് ഉണ്ട്, എ നെഗറ്റീവ് ഉണ്ട്. ബി ഗ്രൂപ്പ് ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്. എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, ഓ പോസിറ്റീവ്, ഓ നെഗറ്റീവ്. അങ്ങനെ ഓരോ ഗ്രൂപ്പിലും എന്തുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോ എന്ത് ചെയ്തു, ഈ ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നോക്കി. അത് കൂടാതെ അതില് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, RH ഫാക്ടർ പ്രസൻസ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കി. RH ഫാക്ടർ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാ, പോസിറ്റീവ് ഗ്രൂപ്പുകള്. അപ്പൊ പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് എല്ലാം RH ഫാക്ടർ ഉണ്ട്, RH ഘടകം ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് ഗ്രൂപ്പുകാർക്ക് RH ഫാക്ടർ ഇല്ല. RH ഫാക്ടർ ഉള്ള ബ്ലഡ് ആ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോസിറ്റീവ് ഗ്രൂപ്പുകളും RH ഫാക്ടർ ഇല്ലാത്തത് നെഗറ്റീവ് ഗ്രൂപ്പുകളുമാണ്. അപ്പൊ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കും. ഓക്കെ, ഇനി കമ്പാറ്റബിലിറ്റി. കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ, സ്യൂട്ടബിൾ ആയിട്ടുള്ള. ഏതെങ്കിലും മീനിങ് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ നോട്ടില്, പ്രിന്റ് നോട്ടിന്റെ മുകളിൽ എഴുതി വെച്ചോട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് എഴുതി വെക്കുക. കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ. Compatibility testing is done to find out if a particular unit of blood can be transferred safely into certain patient. അപ്പൊ നമുക്ക് ഇത് അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഈ ബ്ലഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാരും ഓക്കെ ആയി. നമ്മൾ ഓരോ ഗ്രൂപ്പിനും മാച്ച് ആയിട്ടുള്ള ബ്ലഡ് ഒക്കെ പഠിച്ചല്ലോ. ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് ഡൊണേറ്റ് ചെയ്യാം, റിസീവ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ആ ടേബിളിൽ നിന്ന് പഠിച്ചതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ടെസ്റ്റിങ്ങുകളെല്ലാം നടത്തിയിട്ടാണ് ഈ അതിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലഡ് സേഫ് ആയിട്ട് തന്നെ പേഷ്യൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം പറയാം. കമ്പാറ്റബിലിറ്റി എന്ന് വെച്ചാൽ സ്യൂട്ടബിൾ, അനുയോജ്യമായ. കമ്പാറ്റബിലിറ്റി അനുയോജ്യമായ. ഓക്കെ, ഇനി നോക്കിയേ, നമ്മള് ഈ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ, അല്ലെങ്കിൽ വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ എന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഓ ഗ്രൂപ്പ് ചോദിക്കുമ്പോ ഓ, ഇതിൽ സംശയം വേണ്ട, ഓ ഗ്രൂപ്പ് എന്ന് പറയും. ഇനി അതുപോലെ വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. റിസിപ്പിയന്റ് ഏത് ഗ്രൂപ്പാ, റെസിപ്പിയന്റ് എ ബി. ഓക്കെ, എ ബി ഗ്രൂപ്പ്. ഓക്കെ, എ ബി ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഓ ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണറും എ ബി ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നും പറഞ്ഞു. അത് അങ്ങനെ നിന്നോട്ടെ. പിന്നെ നിങ്ങൾക്ക് ആന്റിജൻ ഏതാണെന്ന് ചോദിക്കാം, അത് ഓരോ ഗ്രൂപ്പിന്റെ ആന്റിബോഡി ഏതാണെന്നും ചോദിക്കാം. ഇങ്ങനെയാണ് എക്സാമിന് സാധാരണ ചോദിച്ചിട്ടുള്ളത്. ഡോണർ ഏതൊക്കെ ഡൊണേറ്റ് ചെയ്യാം, റിസീവ് ചെയ്യാന്നുള്ളതൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടി എക്സ്ട്രാ ഞാനത് തന്നതാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആന്റിജൻ ഏതാണെന്നും ആന്റിബോഡി ഏതാണെന്നും യൂണിവേഴ്സൽ ഡോണർ ഏതാ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണെന്ന് പഠിച്ചു വെക്കുക. ഇനി ഇവിടെ ഒരു കാര്യം പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതുകൂടി നമുക്ക് അതിന്റെ കൂടെ നോട്ട് ചെയ്യണം. നമ്മൾ ഓരോ പോസിറ്റീവ് നെഗറ്റീവും പറഞ്ഞല്ലോ, അതില് നിങ്ങളോട് ഇനി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ വിച്ച് ബ്ലഡ് ടൈപ്പ്, ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിക്കും. ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. അപ്പൊ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു ഓ ഗ്രൂപ്പ് ആന്ന് പറഞ്ഞു. അതില് അവർ ചോദിക്കുകയാണ് വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. ഏത് ബ്ലഡ് ടൈപ്പ് ആന്ന് പറയുമ്പോൾ ഓ നെഗറ്റീവ് എന്ന് എഴുതാം. ഓ നെഗറ്റീവ്. ഏതാണ്? ഓ നെഗറ്റീവ്. ഓപ്ഷൻ ഉണ്ടാവും, ഓ പോസിറ്റീവ് ഉണ്ടാവും, ഓ നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ അത് എക്സാമിന് ഒരു എന്താ പറയാ തെറ്റിക്കരുത്, ശ്രദ്ധിച്ചു നോക്കുക. ഗ്രൂപ്പ് ആണോ ബ്ലഡ് ടൈപ്പ് ആണോ ചോദിച്ചേക്കണം നോക്കണം.
ടൈപ്പ് എന്നാണെങ്കിൽ വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ നെഗറ്റീവ് എന്ന് തന്നെ എഴുതാം. ഓക്കെ, വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ ഓ നെഗറ്റീവ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, അത് നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിൽ അത് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, who can transfer your blood to almost everyone. ഓ നെഗറ്റീവ് ബ്ലഡുകാർക്ക് എല്ലാവർക്കും ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് ചോദിക്കുമ്പോ ഓന്ന് എഴുതാം. വിച്ച് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറഞ്ഞാൽ ഓ ഗ്രൂപ്പ്. ഇനി ബ്ലഡ് ടൈപ്പ് അതില് ഏത് ടൈപ്പ് ആണെന്ന് എടുത്ത് ചോദിക്കുമ്പോൾ ഓ നെഗറ്റീവ് എന്ന് തന്നെ എഴുതണം. ഓ നെഗറ്റീവ് ആണ്. Can transfer your blood to almost everyone and your blood type is AB positive. ഇനി നമ്മുടെ ബ്ലഡ് ടൈപ്പ് AB പോസിറ്റീവ് ആണെങ്കിൽ you act as universal recipient. അതിനെ എന്തെന്ന് പറയും? യൂണിവേഴ്സൽ recipient എന്ന് പറയും. അപ്പൊ which blood type is known as universal recipient? ഏത് ടൈപ്പ് ബ്ലഡ് ആണ് യൂണിവേഴ്സൽ recipient എന്ന് പറയുന്നത്? which blood type? AB. എ ബി എന്ന് പറഞ്ഞാൽ പോരല്ലോ. എ ബി ഏതാണ്? എ ബി പോസിറ്റീവ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എ ബി പോസിറ്റീവ്. നോക്കാം, ക്ലിയർ ആയിട്ട് അവിടെ കിടക്കണ്ട്. എ ബി പോസിറ്റീവ് ബ്ലഡ് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഓക്കെ, however any mismatch between the blood type, ഇനി എന്തെങ്കിലും ഈ നമ്മളും ബ്ലഡ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്ക് that cause can prove fatal, causing death. ഇതുവരെ വരാം, ഡെത്ത് വരെ സംഭവിക്കാം. So the blood test must be done carefully. അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇതിപ്പോ എടുത്ത് പറഞ്ഞത് കൊണ്ട് ഇത് രണ്ടും നോട്ട് ചെയ്തിടണം കേട്ടോ. നമ്മുടെ നോട്ടിൽ തന്നെ പ്രിന്റ് നോട്ടിൽ അണ്ടർലൈൻ ചെയ്തിടുക. യൂണിവേഴ്സൽ ഡോണർ, വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ ഓ നെഗറ്റീവ്. which blood type is known as universal recipient എന്ന് പറയുമ്പോൾ എ ബി പോസിറ്റീവ്. തെറ്റിക്കരുത്, എ ബി നെഗറ്റീവ് എന്നും ഉണ്ടാവും ഓപ്ഷനില്. എ ബി പോസിറ്റീവ്. ഇനി ഇത് നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ഇല്ല എങ്കിലും ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഒരു 2 സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ. നിങ്ങൾക്ക് എന്താ പറയാ, ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ എക്സാമിന് പറയാലോ, ഈ പ്രിന്റഡ് നോട്ടിന് ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ക്ലാസ്സിൽ തന്നെ, ഇതിപ്പോ ഈ നോട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ ക്ലാസ് റൂമിലോ അങ്ങനെയൊന്നും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നതും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇവിടെ ഒന്ന് എഴുതി വെച്ചോ. RH പോസിറ്റീവ് ബ്ലഡ് താഴെ എഴുതാം. RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് ചെയ്യുന്ന ഇതാട്ടോ പറയുന്നത്. RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പൊ RH പോസിറ്റീവ് ബ്ലഡുകാർക്ക് പോസിറ്റീവിന്നും റിസീവ് ചെയ്യാം, നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം. ഓക്കെ, താഴെ എഴുതാം. RH നെഗറ്റീവ് ബ്ലഡ്. ഇനി നെഗറ്റീവ് ബ്ലഡ് ആർക്കടെ ആരാ പറയുന്നത്? RH നെഗറ്റീവ് ബ്ലഡ്, RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് RECEIV സ്വീകരിക്കാം. റിസീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇനി താഴെ എഴുതാം. RH നെഗറ്റീവ് ബ്ലഡ്, RH നെഗറ്റീവ് ബ്ലഡ് റിസീവ് only നെഗറ്റീവ്. അവർക്ക് RH നെഗറ്റീവുകാർക്ക് നെഗറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെഗറ്റീവ്, ആ ഒരു ചെറിയ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. RH നെഗറ്റീവ് ബ്ലഡിന് ക്യാൻ റിസീവ് only നെഗറ്റീവ് ബ്ലഡ്. അപ്പൊ നിങ്ങളൊന്ന് നോക്കി, എ ബി പോസിറ്റീവ് ബ്ലഡിന് ഏതൊക്കെ റിസീവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞേ. എ ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ് ബ്ലഡ്. അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം, നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പോസിറ്റീവ് ബ്ലഡിന്റെ നോക്കിയേ, എ ബി നമ്മൾ എഴുതി വെച്ച ടേബിളിൽ നോക്കിയേ. എ ബിക്കാർക്ക് റിസീവ് ചെയ്യണത് ഏതൊക്കെ ഗ്രൂപ്പ് റിസീവ് ചെയ്യാം? എ എന്ന് റിസീവ് ചെയ്യാം, ബി ഗ്രൂപ്പുകാർക്കിടെ റിസീവ് ചെയ്യാം, എ ബി ഗ്രൂപ്പുകാർക്കിടെ റിസീവ് ചെയ്യാം, ഒ ഗ്രൂപ്പുകാർക്കിടെ റിസീവ് ചെയ്യാം. എല്ലാ ഗ്രൂപ്പും റിസീവ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് എ ബി, അല്ലെ?
അപ്പൊ AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് എല്ലാ ഗ്രൂപ്പും റിസീവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കി ഇനി AB പോസിറ്റീവുകാർക്ക് നമ്മൾ പറഞ്ഞു RH പോസിറ്റീവിന് പോസിറ്റീവും റിസീവ് ചെയ്യുക നെഗറ്റീവ് റിസീവ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ AB പോസിറ്റീവുകാർക്ക് റിസീവ് ചെയ്യുന്ന ഏതാണ് നോക്കിയേ, A പോസിറ്റീവിൽ നിന്ന് റിസീവ് ചെയ്യുക, A നെഗറ്റീവിൽ നിന്ന് റിസീവ് ചെയ്യുക അല്ലെ, എഴുതിക്കോ. A പോസിറ്റീവിൽ നിന്ന് റിസീവ് ചെയ്യാം, A നെഗറ്റീവിൽ നിന്ന് റിസീവ് ചെയ്യാം. AB പോസിറ്റീവിന്റെ കാര്യമായിട്ട് പറയുന്നേ, AB പോസിറ്റീവ് ക്യാൻ റിസീവ്, പോസിറ്റീവുകാർക്ക് A പോസിറ്റീവ് A നെഗറ്റീവ്, B പോസിറ്റീവ് B നെഗറ്റീവ്, AB പോസിറ്റീവ് AB നെഗറ്റീവ്, O പോസിറ്റീവ് O നെഗറ്റീവ്. അവർക്ക് എന്താ എല്ലാ പോസിറ്റീവുകാർക്കിടെയും നെഗറ്റീവുകാർക്കിടെയും ബ്ലഡ് റിസീവ് ചെയ്യാം. അപ്പൊ ക്ലിയർ അല്ലേ അത്? AB പോസിറ്റീവുകാർക്ക് റിസീവ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ബ്ലഡ് റിസീവ് ചെയ്യാന്ന് പറഞ്ഞു. ഏത് ഗ്രൂപ്പും A പോസിറ്റീവ് ഗ്രൂപ്പിൽ നിന്നും നെഗറ്റീവ് ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം. ദാറ്റ് ഈസ് A പോസിറ്റീവ് A നെഗറ്റീവ്, B പോസിറ്റീവ് B നെഗറ്റീവ്, O പോസിറ്റീവ് O നെഗറ്റീവ്, AB പോസിറ്റീവ് AB നെഗറ്റീവ്. ഇനി AB നെഗറ്റീവുകാർക്കടെ നോക്കിയേ, AB നെഗറ്റീവ് ഗ്രൂപ്പുകാർക്ക് നോക്കിയേ, ക്യാൻ റിസീവ്. ഏത് ഗ്രൂപ്പ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ? നെഗറ്റീവുകാർക്ക്. നെഗറ്റീവ് ഉള്ളി, അങ്ങനെയല്ലേ നമ്മൾ എഴുതി വെച്ചത്. നെഗറ്റീവ് ബ്ലഡ് മാത്രമേ അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ഗ്രൂപ്പുകാർക്ക് ഒള്ളി നെഗറ്റീവ് ബ്ലഡ്. അപ്പൊ AB നെഗറ്റീവുകാർക്ക് ഏതൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? AB നെഗറ്റീവുകാർക്ക് A നെഗറ്റീവ് B നെഗറ്റീവ്, AB നെഗറ്റീവ് O നെഗറ്റീവ് അല്ലേ? ഓക്കെ, AB കാർക്ക് റിസീവ് ചെയ്യുന്ന 4 ഗ്രൂപ്പും റിസീവ് ചെയ്യാന്ന് നമ്മൾ പഠിച്ചു ആദ്യം തന്നെ. അതിൽ AB പോസിറ്റീവുകാർക്കാണെങ്കിൽ പോസിറ്റീവ് റിസീവ് ചെയ്യാം നെഗറ്റീവ് റിസീവ് ചെയ്യാന്ന് നമ്മൾ എഴുതി അല്ലെ? ഇത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു AB നെഗറ്റീവുകാർക്ക് നെഗറ്റീവ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? AB നെഗറ്റീവുകാർക്ക് നെഗറ്റീവ് ഗ്രൂപ്പ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് A നെഗറ്റീവ് B നെഗറ്റീവ് AB നെഗറ്റീവ് O നെഗറ്റീവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് എഴുതാ O നെഗറ്റീവ്. അതായത് അത് ആദ്യം എഴുതാ RH എഴുതാട്ടോ. RH നെഗറ്റീവ് ക്യാൻ ഗീവ്. ഇനി കൊടുക്കുമ്പത്തെ കാര്യം നമ്മൾ പറയുന്നത്, RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. കുഴപ്പമില്ല കേട്ടോ, ഇനിയിപ്പോ ജോയിൻ ചെയ്താൽ മതി. ഒപ്പം ഞങ്ങളുടെ ഒപ്പം എഴുതി പൊക്കോ കേട്ടോ. RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. RH നെഗറ്റീവുകാർക്കാണെങ്കിലോ കൊടുക്കുമ്പോൾ പോസിറ്റീവുകാർക്കും കൊടുക്കാൻ പറ്റും നെഗറ്റീവുകാർക്കും കൊടുക്കാൻ പറ്റും. പോസിറ്റീവുകാർക്കും നെഗറ്റീവുകാർക്കും കൊടുക്കാൻ പറ്റും. ഇനി അതിന്റെ താഴെ എഴുതുക, RH പോസിറ്റീവ് ക്യാൻ ഗീവ്, RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ഉള്ളി. പോസിറ്റീവുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. RH പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ക്യാൻ ഗീവ് പോസിറ്റീവ് ഉള്ളി. ഇനിയിപ്പോ നിങ്ങൾ നോക്കിയേ O പോസിറ്റീവുകാർക്ക് ആർക്കൊക്കെ കൊടുക്കാം നോക്കിയേ. O പോസിറ്റീവുകാർക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റും? അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ, പോസിറ്റീവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? യൂണിവേഴ്സൽ ഡോണർ ആണ് പോസിറ്റീവ് ഗ്രൂപ്പ്. എല്ലാ ഗ്രൂപ്പിനും കൊടുക്കാവുന്നവരാണ്. Aക്ക് കൊടുക്കാം, Bക്ക് കൊടുക്കാം, ABക്ക് കൊടുക്കാം, O ഗ്രൂപ്പിനും കൊടുക്കാം. അതാണ് യൂണിവേഴ്സൽ ഡോണർ, ദാറ്റ് ഈസ് O ഗ്രൂപ്പ്. ഇനി Oയില് O പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്, പോസിറ്റീവ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ആർക്കൊക്കെ കൊടുക്കാം? A പോസിറ്റീവ് എഴുതി വെക്കാം അവിടെ കേട്ടോ. O പോസിറ്റീവുകാർക്ക് ക്യാൻ ഗീവ്, O പോസിറ്റീവ് ക്യാൻ ഗീവ് A പോസിറ്റീവ് എഴുതിക്കോ, A പോസിറ്റീവ്, B പോസിറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവ്. പോസിറ്റീവുകാർക്ക് മാത്രം കൊടുക്കാം. ഇനി തൊട്ട് താഴെ എഴുതുക, O നെഗറ്റീവ് ക്യാൻ ഗീവ്, O നെഗറ്റീവ് ക്യാൻ ഗീവ് ആർക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു? നെഗറ്റീവുകാർക്കാണെങ്കിൽ പോസിറ്റീവിനും കൊടുക്കാം
നെഗറ്റീവിനും കൊടുക്കാം. ദാറ്റ് ഈസ് ആർക്കൊക്കെ കൊടുക്കാം? എ പോസിറ്റീവ്, എ നെഗറ്റീവ്. കോമന്റ് എഴുതട്ടോ. എ പോസിറ്റീവ്, എ നെഗറ്റീവ്, all positives and negative. Okay, very good. A positive, A negative, B positive, B negative, AB positive, AB negative, O positive, O negative. Okay, എല്ലാവർക്കും കൊടുക്കാം. Can give all type of blood. Positive കാർക്കും കൊടുക്കാം, നെഗറ്റീവ് കാർക്കും കൊടുക്കാം. So, O negative is known as universal donor. ഇപ്പൊ ക്ലിയർ ആയോ അവിടെ എഴുതിയേക്കുന്ന കാര്യം? So, the O negative is known as universal donor and AB positive is known as universal recipient. Clear ആണോ ഇത്? ക്ലിയർ ആയോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? തമ്പിട്ടാലും മതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ക്ലിയർ അല്ല? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് രണ്ടും നമ്മൾ നോട്ടി പറഞ്ഞത് നിങ്ങളുടെ പ്രിന്റ് നോട്ടിലുള്ള ആ 2 പോയിന്റ് നോട്ട് ചെയ്യണം കേട്ടോ. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്. വിച്ച് ബ്ലഡ് ടൈപ്പ് എന്ന് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും നോട്ട് ചെയ്തിടുക. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്. ഏത് സിറ്റുവേഷനിലാണ്, ഏത് സമയത്തൊക്കെയാണ് നമുക്ക് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം? ഓക്കെ, നോക്കിയേ. വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് നീഡഡ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? Individual may require a blood transfusion for variety of some of them are. Individuals may need the blood transfusion for different reasons. പല കാരണങ്ങൾ കൊണ്ട് ആളുകൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം അല്ലെ? നമുക്ക് വെറുതെ നോർമൽ ഒരാൾക്ക് ട്രാൻസ്ഫ്യൂഷന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ പല സിറ്റുവേഷൻസിൽ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അത് ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്നാണ് ഈ താഴെ പറഞ്ഞേക്കുന്നത്. അവിടെ ഓരോ പോയിന്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് ഓരോ പോയിന്റ്. To substitute for the lost blood after a serious or surgery. To substitute for the lost blood. നമ്മള് ആഫ്റ്റർ എ സീരിയസ് ഓഫ് സർജറി, നമുക്ക് എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറെ ബ്ലഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ബ്ലഡിന് പകരം ബ്ലഡ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നിങ്ങൾ പലർക്കും ഡെലിവറി സമയത്തോ സിസേറിയൻ സമയത്തോ ഒക്കെ ബ്ലഡ് ആവശ്യമായിട്ട് വരാം. അല്ലെങ്കിൽ മറ്റേ വല്ല സർജറി ചെയ്തപ്പോഴൊക്കെ ബ്ലഡ് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പൊ എപ്പോഴും ഏതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞെന്താ? നമുക്കൊരു സീരിയസ് ആയിട്ട് എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്യുന്ന കണ്ടീഷൻസിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെടുകയാണെങ്കിൽ ആ നഷ്ടപ്പെട്ട ബ്ലഡിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡൈജസ്റ്റീവ് ട്രാക്ട്. നോ. ആരാണ്? അർജുൻ. അർജുൻ ഉണ്ണി. ക്ലിയർ ആയില്ലേ? എന്താ നമ്മൾ പറഞ്ഞേ? നമ്മള് എന്താ പറയാ, സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് ധാരാളം ബ്ലഡ് നഷ്ടപ്പെടുവാണെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നത് ദഹന നാളത്തിനുണ്ടാകുന്ന ബ്ലീഡിങ്. ഓക്കെ, ദഹന നാളത്തിനുണ്ടാകുന്ന ബ്ലീഡിങ്. ആ ടൈമില് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. നെക്സ്റ്റ് തേർഡ് വൺ, ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ലുക്കീമിയ? ബ്ലഡ് ക്യാൻസർ അല്ലെ? ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആണ്. is caused by the rise in the number of WBC in the blood. നമ്മുടെ ബ്ലഡില് WBCയുടെ അളവ് കൂടുന്നു. അതാണ് നമ്മുടെ ആ ഒരു സ്റ്റേജ്. അതാണ് ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ. അതിന് കാരണം പറയുന്നത് ലുക്കീമിയ ഈസ് എ ബ്ലഡ് ക്യാൻസർ ആൻഡ് ഈസ് കോസ്ഡ് ബൈ ദ റൈസ് ഇൻ ദ നമ്പർ ഓഫ് WBC ഇൻ യുവർ ബോഡി. നമ്മുടെ ബോഡിയിലെ ബ്ലഡില് WBCയുടെ അളവ് കൂടുന്ന ഒരു കണ്ടീഷൻ. ലുക്കീമിയ സ്റ്റേജിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. നമ്മുടെ ബ്ലഡില് RBCയുടെ കുറവ് വരുമ്പോൾ, ലാക്ക് ഓഫ് ഹെൽത്തി RBC, ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസിന്റെ കുറവ് വരുമ്പോൾ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം.
നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ബ്ലഡ് നമ്മൾ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ബ്ലഡിലെ ഓരോ കമ്പോണൻസും സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഓരോ കമ്പോണൻസും പ്രത്യേകമാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ RBC കുറവുണ്ടെങ്കിലോ എന്ത് ചെയ്താൽ മതി? RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. WBC കുറവാണെങ്കിൽ WBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്കിയ ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, ഹെൽത്തി RBC കുറവ് വരുമ്പോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് ആണ് നോക്കിയ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. ഇതൊക്കെ ക്യാൻസർ ട്രീറ്റ്മെന്റ്. റേഡിയേഷൻ തെറാപ്പി ഹൈലി റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ട് ക്യാൻസർ ഉണ്ടാകുന്ന കോശങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു അല്ലെ. റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി എന്ന് വെച്ചാൽ ഡ്രഗ്സ്, മരുന്നുകൾ തന്നെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ക്യാൻസർ ഉണ്ടാകുന്ന കോശങ്ങൾ നശിപ്പിക്കുന്നു. ആ ക്യാൻസർ തൊട്ടടുത്തുള്ള കോശങ്ങളിലേക്ക് വ്യാപിക്കാതെ തടയുന്നു. ക്യാൻസർ ഉണ്ടാകുന്ന കോശങ്ങളെ എന്താണ് മനസ്സിലാവാത്ത ആർക്കാം? അപ്പോ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് മരുന്നുകൾ കൊണ്ട് തന്നെ ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കുന്നു. ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്, മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ്സിനും ഒക്കെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇത് ആ പോയിന്റ് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഇതിന്ന് വേറെ ഒന്നും ചോദിക്കൂല. ഇതില് നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് നീഡഡ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് താഴെ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരിക. ഈ പോയിന്റ് മാത്രം പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ലിവർ പ്രോബ്ലം, സെക്കൻഡ് ലാസ്റ്റ് പ്രോബ്ലം. ഇത് പോയിന്റ് ലിവർ പ്രോബ്ലംസ്. ഓക്കെ നോക്കിയേ, ഈ ലിവർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കരളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പല കരൾ രോഗങ്ങൾ സിവിയർ ആയിക്കൊണ്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു കണ്ടീഷൻസിലും ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഓക്കെ, ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ നമ്മൾ പറഞ്ഞല്ലോ. ലുക്കീമിയ ഈസ് എ ബ്ലഡ് ക്യാൻസർ ആണ് ലുക്കീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ലിവർ പ്രോബ്ലം, പിന്നെ ബ്ലഡ് ഡിസോർഡർ. ഓക്കെ, ബ്ലഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ഉണ്ടാകുന്ന ഡിസോർഡർ, അതായത് ഡിസോർഡർ ഓർ ഡിസീസ്. ബ്ലഡിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ബ്ലഡ് മാറ്റിയിട്ട് അവിടെ വേറെ ട്രാൻസ്ഫ്യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും സിറ്റുവേഷൻസിലൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. വേഗം ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോകാം പോയിന്റ്സ്. നമുക്ക് ഫസ്റ്റ് പറഞ്ഞത് സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ധാരാളം ബ്ലഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി, രണ്ടാമത്തെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് ഉണ്ടാകുന്ന ബ്ലീഡിങ്, ആ സമയത്ത് ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. പിന്നെ അടുത്ത ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ ആണ് നമ്മൾ പറഞ്ഞു. ലുക്കീമിയ ആ ഒരു സ്റ്റേജിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. നാലാമത്തെ പോയിന്റ് ആരോ അവിടെ കമന്റ് ചെയ്തു. ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ് എന്ന് വെച്ചാൽ RBC കുറവ്. ഹെൽത്തി RBC കുറവ് വരുമ്പോ എന്ത് ചെയ്യണം? RBC ട്രാൻസ്ഫ്യൂസ് ചെയ്യണം. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഓക്കെ, നമ്മുടെ ബ്ലഡിൽ RBC കൗണ്ട് കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം. നല്ല ഹെൽത്തി RBC കയറ്റണം. ഓക്കെ, ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്. നെക്സ്റ്റ് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് ലിവർ പ്രോബ്ലംസ്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ഇനി ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. RBC ഫുൾ ഫോം സ്പീക്കർ ക്ലാസ്സിൽ കയറാറില്ലേ? RBC എന്ന് പറഞ്ഞാൽ എന്താ? റെഡ് ബ്ലഡ് സെൽസ്. നമ്മള് 4 കമ്പോണൻസ് പഠിച്ചപ്പോ ഉണ്ടായിരുന്നില്ലേ സ്മിതേ? ബ്ലഡിലെ 4 കമ്പോണൻസ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞതാണല്ലോ. ദിൽഷന, ഫോർത്ത് പോയിന്റ് എന്താ? ഒന്ന് നോക്കിയേ നിങ്ങള്. നമ്മുടെ ബ്ലഡില് RBC കുറവ് വരുമ്പോ എന്ത് ചെയ്യണം? RBC കുറവാണ്, ബ്ലഡില് RBC കൗണ്ട് കുറവാണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ലാക്ക് എന്ന് പറഞ്ഞ കുറവ്, ലാക്ക് ഓഫ് ഹെൽത്തി RBC കുറവ്. ഓക്കെ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എന്ന് വെച്ചാൽ റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നത്. കീമോതെറാപ്പി എന്ന് വെച്ചാൽ കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ഡ്രഗ് മരുന്നുകൾ കൊണ്ട് തന്നെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത്. ഇത് ഓക്കെ, ഇതൊക്കെ എന്താണ്? ഒരു ക്യാൻസറിന്റെ നമ്മൾ ട്രീറ്റ്മെന്റ് ആണ് ഇതൊക്കെ. റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, ഇതൊക്കെ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് ആണ്. റേഡിയേഷൻ തെറാപ്പിയിൽ റേഡിയേഷൻസ് ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കും. കീമോതെറാപ്പിയിലെ മരുന്നുകൾ
ഡ്രഗ്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് എന്താ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക അല്ലെങ്കിൽ അടുത്ത സെല്ലുകളിലേക്ക് വ്യാപിക്കുന്നത് അതിന്റെ വ്യാപനത്തെ തടയുകയൊക്കെ ചെയ്യുന്നു. മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനും ഒക്കെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. എല്ലാ പോയിന്റ്സും ക്ലിയർ ആയോ? ഒന്നുകൂടി വേഗം നോക്കിയേ. ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറഞ്ഞാൽ ദഹനനാളത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്. ഓക്കെ, ഇനി നിങ്ങളോട് ഓരോരുത്തരെ കൊണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളും ഇന്ന് മുതൽ ഇവിടെ ഓഫീസിൽ നിന്ന് എടുത്തൊരു തീരുമാനമാണ്. നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് വായിക്കുകയും നമ്മുടെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് ഇവിടെ ഒരു കംപ്ലൈൻസ് കിട്ടിയത് കൊണ്ട് എല്ലാ ടീച്ചേഴ്സിനും ഇന്ന് മുതൽ ഇങ്ങനെ ഫോളോ ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ കയറിയപ്പോ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങളും ഇത് ആദ്യമായിട്ടാണ്. ഇത്രയും ബാച്ചുകൾ ഞങ്ങൾ ഇവിടെ ക്ലാസ് നടത്തിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വേറൊരു പ്രശ്നവും ഇതുവരെ കംപ്ലൈന്റും ഉണ്ടായിട്ടില്ല. വെച്ചാൽ കുട്ടികൾ ഓൾ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും മ്യൂട്ട് ചെയ്ത് അങ്ങനെ ആ ക്ലാസ് സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരുന്നത്. അവിടെ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. ഞങ്ങൾ ഇതുപോലെ ഓരോന്നും പറഞ്ഞ് അവരെ കൊണ്ട് 1-2 പേരെ കൊണ്ട് റീഡ് ചെയ്യിപ്പിച്ച് ക്ലിയർ ആക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ക്ലാസ് അടുത്ത സെക്ഷനിലേക്ക് പോകാറുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു കംപ്ലൈൻസ് ഇങ്ങനെ കിട്ടി, ഈ ക്ലാസ് ഡിസ്റ്റർബൻസ് ഉണ്ട്, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുന്നില്ല, അതുകൊണ്ട് ക്ലാസ് ഡിസ്റ്റർബൻസ് ആണെന്നുള്ളത് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങൾ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരാം. ഞാനിപ്പോ ആരെ ചോദിച്ചാലും ഞാൻ കണ്ടത് മിക്കതിന് ഞാൻ പറഞ്ഞു റിപ്ലൈ ഞാൻ തന്നിട്ടുണ്ട്. അവരോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, സ്പെല്ലിംഗ് പറയാൻ പറഞ്ഞത് എല്ലാവരും ഞാൻ അതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇപ്പൊ തൽക്കാലം ഈ രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും ഇതിന് മാറ്റം വരുവാണെങ്കിൽ ആ രീതിക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? നിങ്ങൾ ഞങ്ങളുടെ ഒരു അവസ്ഥയും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സ്പീഡ് കൂടുതലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റായികയോ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും എന്നോട് പറയാം കേട്ടോ. ഓക്കെ, ഞാൻ വളരെ സ്പീഡ് കുറച്ച് നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പോണേന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഇത്രയും ബാച്ചുകളായിട്ട് വേറെ കംപ്ലൈന്റ്സ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അറിയാലോ, ആദ്യമേ പറഞ്ഞു +2 മുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് നമ്മുടെ ക്ലാസ്സിൽ കയറിയേക്കുന്നത്. ചിലർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാല് മനസ്സിലാകും, ചിലർക്ക് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം മനസ്സിലാവില്ല പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കിയതിന് ശേഷം എന്നെ ഇത് ഒറ്റ ഇതോട് നിങ്ങൾ എല്ലാവരും പഠിക്കാം. വെറുതെ വന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാകും. അതാണ് ആ ഒരു ഉദ്ദേശമാണല്ലോ എന്റെ. അത്രേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആണ്ടാ. ഏതെങ്കിലും പോയിന്റ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയണമെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലിയർ ആക്കി പോകുക. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ മനസ്സിൽ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, ആരോ ഇവിടെ റിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ക്ലിയർ അല്ലേ ആ പോയിന്റ്സുകള്? അപ്പൊ ആ പോയിന്റുകള് ഓക്കെ നോക്കി വെക്കാം. ആ പോയിന്റ്സുകള് തന്നെ ഒന്ന് നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഇനി ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, അവർക്കുടെ ജോലി സംബന്ധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഒരു ഡൗട്ട് ചോദിക്കാൻ കുഴപ്പമുണ്ടോ? ഡൗട്ട് ഒന്നും ചോദിക്കാൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാലോ. ആ പോയിന്റ് ഒന്നുകൂടി പറയണം അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആക്കണം എന്ന്. ഓക്കെ, മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ഇങ്ങനെ ഞാൻ മ്യൂട്ട് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ഞാൻ മ്യൂട്ട് മാറ്റി തരാം. അപ്പൊ നമുക്ക് നേരെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കാം ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. അപ്പൊ ഒരു ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണ്? റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്തം. ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ആ ബ്ലഡ് ബാങ്കിന്റെ മൊത്തം ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ് ബ്ലഡ് ബാങ്ക് മാനേജർ.
അപ്പൊ അദ്ദേഹം അറിയണം, അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം അറിയണം, അദ്ദേഹത്തിന്റെ കൺട്രോളിലാവണം, അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയായിരുന്നു, അല്ലെങ്കിൽ അറിവിലായിരിക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോ മൊത്തം ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ് ബ്ലഡ് ബാങ്ക് മാനേജർ. A blood bank manager acts as head of the entire blood bank. Okay. A blood bank manager acts as a head of the entire blood bank. മൊത്തം ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യണം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, he or she is at the helm. At the helm എന്ന് പറഞ്ഞാൽ in charge. എഴുതി വെച്ചോ അവിടെ, in charge, at the helm, in charge, at the helm. അപ്പൊ അവന് അല്ലെങ്കിൽ അവൾക്ക് എന്താണ്, is at the in charge of the daily operation at the blood bank. ബ്ലഡ് ബാങ്കിൽ ഡെയിലി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇൻചാർജ് ഉള്ള ആളാണ് ഈ ബ്ലഡ് ബാങ്ക് മാനേജർ. ഞാൻ പറഞ്ഞല്ലോ, അയാൾക്കടെ അറിവില്ലാതെ ഒരു കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടെ നടക്കുന്ന ബ്ലഡ് ബാങ്കിൽ ഡെയിലി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇൻചാർജ് ഉള്ള ഒരാളായിരിക്കണം, ഇൻചാർജ് വേണം. ഓക്കെ, he is at the helm or the in charge of the daily operations at the blood bank. Checking expense. ഇനി എന്തൊക്കെ കാര്യങ്ങളാ നോക്കിയേ, അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും ഡെയിലി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇൻചാർജ് ഉള്ള ആളായിരിക്കണം. പിന്നെ ചെക്കിംഗ് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താ, ചെലവുകള്, അവിടുത്തെ ചെലവുകള്, ബ്ലഡ് ബാങ്കില് ഓരോ ഇതിൽ നടക്കുന്ന ചെലവുകള് ചെക്ക് ചെയ്യണം. അപ്പൊ കറക്റ്റ് അല്ലേ, എല്ലാ കാര്യങ്ങളും ക്ലിയർ അല്ലേ എന്നുള്ള എക്സ്പെൻസ്, ചെലവുകള് ചെക്ക് ചെയ്യണം. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ പരിശോധന. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്, പരിശോധന നടത്തണം, കണ്ടക്ട് ചെയ്യണം. നിങ്ങൾക്ക് അറിയില്ലാത്ത മീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്തോളാം കേട്ടോ, ഇതിനൊപ്പം പറയുമ്പോൾ നോട്ട് ചെയ്ത് പൊക്കും. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്, ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യണം, പരിശോധനകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം, എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം, കറക്റ്റ് അല്ലേ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, സ്റ്റാഫുകളൊക്കെ ചെയ്യുന്നതൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒരു പരിശോധനയൊക്കെ നടത്തണം. ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസ്. നോട്ടില് കറക്റ്റ് അല്ലേ എന്ന് നോക്കിയേ, ഹാൻഡ് എന്നാണ് ഇതിനകത്ത് ഇപ്പൊ ഞാനിവിടെ കാണിച്ചേക്കുന്നത്, നിങ്ങളുടെ പ്രിന്റ് നോട്ടിൽ കറക്റ്റ് ആണോ എന്ന് നോക്കട്ടോ. തേർഡ്, THIRD, തേർഡ് നോട്ടിൽ നോക്കുക, തേർഡ് പാർട്ടി സർവീസ്. തേർഡ് പാർട്ടി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനിയോ, ഹാൻഡ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് വെട്ടിയിട്ട് അതിന്റെ മുകളിൽ തേർഡ് എന്ന് എഴുതാം, THIRD. തേർഡ് പാർട്ടി സർവീസ് എന്ന് വെച്ചാൽ മറ്റുള്ള കമ്പനികളോ അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പൊ ഡൊണേറ്റ് ചെയ്യുന്ന റിസീവ് ചെയ്യുന്ന ആളെ കൂടാതെ വരുന്ന മറ്റുള്ള ആളുകൾ, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവരുമായിട്ടൊക്കെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ചെക്കിംഗ് എക്സ്പെൻസ്, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി. രണ്ട് പോയിന്റാ പറഞ്ഞേട്ടോ, രണ്ടാമത്തെ പോയിന്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസ്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ അത് രണ്ടാമത്തെ പോയിന്റിൽ വരുന്ന കേട്ടോ, ബ്ലഡ് ബാങ്കിലെ ഡെയിലി ഓപ്പറേഷൻസ് ഒക്കെ അതൊക്കെ എന്ത് ചെയ്യണം, അതിലൊക്കെ ഇൻചാർജ് ഉണ്ടാവും. എക്സ്പെൻസുകൾ ചെക്ക് ചെയ്യണം, ഇൻസ്പെക്ഷൻ പരിശോധനകൾ നടത്തണം, തേർഡ് പാർട്ടി സർവീസുകളുമായിട്ടൊക്കെ വർക്ക് ചെയ്യണം. അതൊക്കെ എന്ത് ചെയ്യുക, അതിനൊക്കെ ഇൻചാർജ് ഉള്ള ആളാണ് ബ്ലഡ് ബാങ്ക് മാനേജർ. ഇനി തേർഡ് പോയിന്റ് നോക്കിയേ, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിംഗ് ടാസ്ക് ഓഫ് പേഴ്സണൽ. ഫുൾ സ്റ്റോപ്പ് ഉണ്ട് അവിടെ. അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, സെലക്ട് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ, പിന്നെ ട്രെയിനിങ് നൽകാൻ, ഗൈഡിംഗ് ടാസ്ക് ഓഫ് ഉദ്യോഗസ്ഥരുടെ ടാസ്കുകൾ, ഗൈഡിംഗ് ടാസ്കുകൾ, മാർഗനിർദ്ദേശ ചുമതല, ഇതൊക്കെ എന്ത് ചെയ്യുക, അതിനൊക്കെ അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തമുള്ള ആളാണ്. സ്റ്റാഫുകളെ സെലക്ട് ചെയ്യാനും അവരെ ട്രെയിനിങ് ചെയ്യിക്കാനും അവരുടെ ഗൈഡിംഗ് ടാസ്കുകൾ, ഉദ്യോഗസ്ഥരുടെ പേഴ്സണൽ ടാസ്കുകളൊക്കെ കൊടുക്കാനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഈ ബ്ലഡ് ബാങ്ക് മാനേജർ. തേർഡ്, ഹാൻഡ് വെട്ടിയിട്ട് തേർഡ് ആക്കാനാട്ടോ ഞാൻ പറഞ്ഞത്. ഹാൻഡ് എന്നുള്ളത് വെട്ടി തേർഡ് ആക്കാം, THIRD. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, he or she supervise and lead newly hired staff on the work they do and implement different rules and regulations
കമ്പനി. പിന്നെ അതുകൂടാതെ എന്താ, ഹി ഓർ ഷീ സൂപ്പർവൈസ്. സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സൂപ്പർവൈസ് ചെയ്യാ, ഹി ഓർ ഷീ സൂപ്പർവൈസ്. സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ അവരെ ഒന്ന് മേൽനോട്ടം വഹിക്കാം. മേൽനോട്ടം. ഓക്കെ, സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കാം. ആൻഡ് ലീഡ്സ് ന്യൂലി ഹിയർഡ് സ്റ്റാഫ്. പുതിയതായി നിയമിക്കുന്ന സ്റ്റാഫ്. ഹിയർഡ് എന്ന് വെച്ചാൽ നിയമിക്കുക, നിയമിക്കുക. HIRED. ഹേർഡ് എന്ന് വെച്ചാൽ നിയമിക്കാം. ന്യൂലി ഹിയർഡ് സ്റ്റാഫ് ഓൺ ദ വർക്ക് ദേ ഡു. ആൻഡ് അപ്പൊ അവിടെ നോക്കിയാൽ എന്താ, അവർക്ക് എന്ത് ചെയ്യണം, പുതിയതായിട്ട് അവിടെ ബ്ലഡ് ബാങ്കില് അപ്പോയിന്റ് ചെയ്ത സ്റ്റാഫുകൾ ഉണ്ടല്ലോ, നിയമിച്ച സ്റ്റാഫുകൾ, അവരെയൊക്കെ അവരുടെ വർക്കില് സൂപ്പർവൈസ് ചെയ്യുകയും അവരെ ലീഡ് ചെയ്യുകയും ചെയ്യണം. ഇപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ പുതിയതായി വരുന്ന സ്റ്റാഫുകൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥര്, അവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം, അവരുടെ വർക്കിൽ അവരെയൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക, ഒന്ന് മേൽനോട്ടം വഹിക്കുക, അതുപോലെ തന്നെ ലീഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. സെയിം തന്നെ ഇവിടെ നോക്കിയേ. അപ്പൊ ഇവിടുത്തെ ജോലി ആർക്കാ, ബ്ലഡ് ബാങ്ക് മാനേജറിനാണ്. He or she supervise and leads newly hired staff on the work. പുതിയതായി ജോലിക്ക് വരുന്ന സ്റ്റാഫുകൾ, നിയമിക്കുന്ന സ്റ്റാഫുകളെ അവരുടെ വർക്കില് അതുപോലെ സൂപ്പർവൈസ് ചെയ്യുകയും ലീഡ് ചെയ്യുകയും ചെയ്യുക, മേൽനോട്ടം വഹിക്കുകയും അവരെ എന്താ പറയാ ലീഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, ഇനി and implement different rules and regulations of the company. അതുകൂടാതെ എന്താണ്, ഇംപ്ലിമെന്റ്, നടപ്പിലാക്കുക. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. കമ്പനിയിലെ റൂൾസും റെഗുലേഷൻസും ഒക്കെ നടപ്പിലാക്കുക. ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. കമ്പനിയിലെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു റൂളാണ് ഇങ്ങനെ മ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം. അത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു, നടപ്പിലാക്കി, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ച് എന്തെങ്കിലും അവിടെയുള്ള റൂൾസും റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കുക. ട്രെയിനിങ് ആർ ഗിവൺ. നെക്സ്റ്റ് പോയിന്റ് എന്താ, ട്രെയിനിങ്ങുകൾ നൽകുക, പരിശീലനം കൊടുക്കുക. ട്രെയിനിങ്സ് ആർ ഗിവൺ. ഇനി നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് നോക്കിയേ. ഹി ഓൾസോ ഓവർസീസ്. ഓവർസീസ് എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക, മേൽനോട്ടം വഹിക്കുക. He also oversees and assess. Assess ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക, അതിനെ ഒന്ന് വിലയിരുത്തുക. ഓവർസീസ്, ഓവർസീസ് എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് എന്താ പറയാ, മേൽനോട്ടം വഹിക്കുക എന്നുള്ള മീനിങ് കേട്ടോ. എല്ലാത്തിനും ഓവർസീസ്, മേൽനോട്ടം വഹിക്കുക. ആൻഡ് അസസ്, അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക, അതിനെ വിലയിരുത്തണം. വെറുതെ നോക്കിയാൽ മാത്രം പോരല്ലോ, അതെങ്ങനെയാണെന്നുള്ളത് അസസ് ചെയ്യണം. He also oversees and assess the gross performance of the staff. Gross performance വെച്ചാൽ overall performance. ആ സ്റ്റാഫിന്റെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് അസസ് ചെയ്യുക. അതുപോലെ തന്നെ ഓവർസീസ്, അതിലൊക്കെ ഒരു മേൽനോട്ടം വഹിക്കുക, അത് വിലയിരുത്തുകയും ചെയ്യുക. അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവിടുത്തെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവർ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓവർസീസ് ചെയ്യുക, അസസ് ചെയ്യുക. ആൻഡ് എൻഷുർ ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർ. എന്നിട്ട് എന്ത് ചെയ്യണം, ആൻഡ് എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. എൻഷുർ ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർ. ഫയലുകളും റെക്കോർഡുകളും ഒക്കെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസത്തെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. ഇതിന്റെ ഇടയിൽ ആരാ ടൈം ടേബിൾ വെച്ചാള്? ടൈം ടേബിൾ ഒക്കെ നിങ്ങൾക്ക് തരും. ഓക്കെ, ഇപ്പൊ കേറുന്ന മിസ്സുമാരൊക്കെ തന്നെ ഉള്ളൂ, നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ തരും കേട്ടോ ടൈം ടേബിള്. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഇതൊക്കെ ടൈം ടേബിളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് തരുമായിരിക്കും. അപ്പോ ഈ ടീച്ചേഴ്സ് ഒക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി ക്ലാസ് എടുക്കണം. ഓക്കെ, പുതിയ ടീച്ചേഴ്സ് ഒക്കെ പുതിയ ബാച്ചുകളിലേക്കാണ് കൊടുത്തേക്കുന്നത്. കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമ്മുടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വരുമ്പോഴേ നമ്മുടെ ആ ടോപ്പിക്കിന് പോകും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ.
അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഹി ഓൾസോ ഓവർസീസ് ആൻഡ് അസസ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ്. സ്റ്റാഫിന്റെ ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ് വിലയിരുത്തുകയും അതുപോലെ തന്നെ അതിനെ എന്ത് ചെയ്യുക, മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ആൻഡ് എൻഷുർ ദാറ്റ് ദ ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. ഫയലുകളും റെക്കോർഡുകളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അന്നത്തെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രോപ്പർ ആയിട്ട് അത് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. ഓക്കെ, ആൻഡ് എൻഷുർ ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്. അവിടെ നോക്കിയേ, നിങ്ങളുടെ കറക്റ്റ് ആണോ നോക്കിയേ, ബാങ്ക് എന്നാണോ നോക്കിയേ, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യട്ടോ. അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്. ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമെ, ബാങ്ക് ആണ് കേട്ടോ, BANK, ബ്ലഡ് ബാങ്ക് മാനേജ്മെന്റിന് പുറമെ ദ ബ്ലഡ് ബാങ്ക് മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാം. സെന്റർ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമെ ബ്ലഡ് ബാങ്ക് മാനേജറിന് സെന്റർ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. ഏതാ ഈ സെന്റർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്? സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള സെന്റർ പ്രോഗ്രാമുകള് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അധികാരം, ഒരു ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ ബ്ലഡ് ബാങ്ക് മാനേജർ. ഈ ബ്ലഡ് ഡൊണേഷൻ മന്ത് ഏത് മാസാന്നറിയോ? ബ്ലഡ് ഡൊണേഷൻ മന്ത് ആർക്കെങ്കിലും അറിയോ? ബ്ലഡ് ഡൊണേഷൻ മന്ത് ജനുവരി ആണ് കേട്ടോ, ജനുവരിയാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. അപ്പൊ എന്താ, ആ മാസത്തില്, ജനുവരി മാസത്തില് നമുക്ക് അവിടെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും ബ്ലഡ് ഡൊണേഷൻ മന്ത്, അതിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ സെമിനാറുകൾ നടത്താം, അല്ലെങ്കിൽ അവർക്കൊക്കെ അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ ഒരു മാസം മുഴുവനും ഈ ബ്ലഡ് ബാങ്കിന്റെ ചെയ്യുന്ന സർവീസുകളോ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രോഗ്രാംസുകൾ, സെൻട്രൽ പ്രോഗ്രാംസുകൾ, ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള സെൻട്രൽ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് വരുന്നത് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ. ഇനി ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാതെ ഉണ്ടോ എന്ന് വേഗം ഒന്ന് നോക്കി. മൊത്തം ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യണം, അവിടെ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിനും ഇൻചാർജ് ഉള്ള ആളാണ്. എക്സ്പെൻസ് ചെക്ക് ചെയ്യുക, ഇൻസ്പെക്ഷൻ പരിശോധനകൾ നടത്തുക, തേർഡ് പാർട്ടി സർവീസുമായി വർക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ സ്റ്റാഫുകളെയൊക്കെ സെലക്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, ഗൈഡിംഗ് ടാസ്ക് ഒക്കെ കൊടുക്കുക പേഴ്സണൽസിന് ഉള്ളതൊക്കെ, അതിനൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സൂപ്പർവൈസർ, പുതിയതായിട്ട് നിയമിക്കപ്പെടുന്ന സ്റ്റാഫുകളെ അവരുടെ വർക്കുകളിൽ സൂപ്പർവൈസ് ചെയ്യുകയും അതിനെ ലീഡ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ്, കമ്പനിയുടെ പല റൂൾസും റെഗുലേഷൻസും ഒക്കെ നടപ്പിലാക്കുക. ട്രെയിനിങ്സ് ആർ ഗിവൺ, ട്രെയിനിങ്ങുകൾ കൊടുക്കുക. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റിൽ പറഞ്ഞ് മൊത്തത്തിലുള്ള സ്റ്റാഫിന്റെ ഓവറോൾ പെർഫോമൻസ് ഓവർസീസ്, മേൽനോട്ടം വഹിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുക. ആൻഡ് പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫയൽസും റെക്കോർഡ്സും ഒക്കെ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റിന്റെ, ബ്ലഡ് ബാങ്ക് സ്റ്റാഫ് മാനേജ്മെന്റിന് പുറമെ ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന് സെൻട്രൽ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള സെൻട്രൽ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഉണ്ട്. ഇനി ഏതെങ്കിലും പോയിന്റ്സ് ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ? ഏതെങ്കിലും പോയിന്റ്സ് ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ടോ എന്ന് പറയോ? ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇതിനകത്ത് ചോദിക്കുന്നത് ഓക്കെ അല്ലേ? ലാസ്റ്റ് പോയിന്റാ? ഓക്കെ,
കുറച്ച് പേര് ഓക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്നുകൂടെ വായിക്കാം. ഇതിനകത്ത് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നായിരിക്കും ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പോയിന്റ്സുകൾ. ഒന്നുകൂടി നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള സെൻട്രൽ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഹെലം എന്ന് പറഞ്ഞാൽ ഇൻചാർജ് എന്നാണ്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതും കൂടി ഒന്ന് എടുക്കട്ടെ, 5 മിനിറ്റ് ഉണ്ടല്ലോ. ഓക്കെ, അതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ അങ്ങ് തീരും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ, ലാസ്റ്റ് വേഗം നോക്കൂ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ നമ്മള് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞല്ലോ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കി. ഫസ്റ്റ്, ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ പറഞ്ഞില്ലേ? ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ബ്ലഡ് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഉണ്ടോ, എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ, നമ്മൾ ഹെൽത്തി ഫിറ്റ് ആണോ, ഏജ് 80 to 65 ബിറ്റ്വീനിലാണോ, വെയിറ്റ് 45 kg മുകളിലാണോ, എബോവ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അപ്പൊ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ കീപ്പ് ചെയ്യുന്നുണ്ടോ, സംരക്ഷിക്കുന്നുണ്ടോ? ആ ബ്ലഡ് ബാങ്കില് ഇതൊക്കെ പ്രോട്ടോകോള്, ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് അവര് സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ആർക്കുള്ള ഉത്തരവാദിത്തം? അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ്. അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഓക്കെ, ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. എന്താ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ അത് കീപ്പ് ചെയ്യുന്നുണ്ടോ? ആ ബ്ലഡ് ബാങ്കിൽ അവർ അതേ രീതിയിലൊക്കെയാണോ ചെയ്യുന്നത്? പ്രോട്ടോകോൾ ഒക്കെ അനുസരിച്ചിട്ട് തന്നെയാണോ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആക്കണം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് തമ്പടിക്കോ ആരെങ്കിലും? യെസ്, ഓക്കെ. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, verify incident forms related to transfusion reaction. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോമുകൾ നമുക്ക് അവിടെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമല്ലോ ബ്ലഡ് ബാങ്കിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഫോമുകൾ വെരിഫൈ ചെയ്യുക. വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ പ്രോട്ടോകോൾ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ പ്രോട്ടോകോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഫോമുകൾ വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ്, പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്. റെക്കോർഡുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് ഓർഡർ ആക്കുക. റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യുക. ഓക്കെ, പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്. ഇനി തേർഡ് പോയിന്റ് നോക്കിയേ, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റും ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണല്ലോ, അല്ലെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണല്ലോ ബ്ലഡ് ബാങ്ക്. അപ്പൊ ബ്ലഡ് ബാങ്കില് അത് എല്ലാ ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നില്ലേ എന്നുള്ളത് ആര് ഉറപ്പുവരുത്തണം? അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇത് കേട്ടോ. പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ഇനി ഫോർത്ത് പോയിന്റ് നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺ. ഡിപ്പാർട്ട്മെന്റിനെ ആര് കൺട്രോൾ ചെയ്യണം? വെൽ ട്രെയിൻഡ്, നന്നായിട്ട് ട്രെയിനിങ് കിട്ടിയത് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺ. ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആള് വേണം അതിനെ കൺട്രോൾ ചെയ്യാൻ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അറിയണമെന്നില്ല. ചില ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും അങ്ങോട്ട് അറിയണമെന്ന് ഉണ്ടാവില്ല. ഓരോ സെക്ഷൻ ഉണ്ടല്ലോ, അതിപ്പോ നമ്മൾ ഓരോ ജോലിക്കാണെങ്കിലും ഓരോ സെക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു സെക്ഷനിൽ ഇരിക്കുന്നവർക്കായിരിക്കും ആ ഒരു സെക്ഷൻ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അപ്പൊ ഈ ബ്ലഡ് ബാങ്കിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ കൺട്രോൾ ആർക്ക് വേണം? ആ ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നല്ല ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കണം. അത് അങ്ങനെ തന്നെയല്ലേ എന്നുള്ളത് ഈ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം അറിയാവുന്ന ആൾക്കാരല്ലേ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ അപ്പൊ ആ ഒരു ബ്ലഡ് ബാങ്ക് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളത്
അത് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പഠിച്ചിട്ടുള്ളത്, അതിപ്പോ നല്ല ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥര്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, അതുപോലെ നല്ല ട്രെയിനിങ്, നല്ല പരിശീലനം കിട്ടിയിട്ടുള്ള ആ പേഴ്സണൽ ഉദ്യോഗസ്ഥര് വേണം ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, അത് അങ്ങനെ തന്നെയല്ലേ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കണം. ഇനി ലാസ്റ്റ് നോക്കിയേ, ലാസ്റ്റ് പോയിന്റ്, മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്. മീറ്റിംഗിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുക. മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്. മീറ്റിംഗിനുള്ള അറേഞ്ച്മെന്റ്സുകൾ ഉണ്ടാക്കുക, ഇത് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്. എന്ത് ഡിപ്പാർട്ട്മെന്റ് ആയാലും അതില് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് സെറ്റിൽ ചെയ്യണം. മനസ്സിലാക്കിയാൽ പോരല്ലോ, അതിന് നമുക്കൊരു തീർപ്പാക്കണം, ഇതൊന്ന് സെറ്റിൽ ചെയ്യണം. അപ്പൊ ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രശ്നങ്ങള് ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും അത് സെറ്റിൽ ചെയ്യാനും ആവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യുക. അതിനു വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക. അത് ആരാ ചെയ്യണ്ടേ? അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്, ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് അത്. അപ്പൊ മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി. എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. നിലവിലുള്ള ആ നയങ്ങൾ എന്തൊക്കെയാണെന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, എന്താണ് നിലവിലുള്ള, അപ്പൊ ഇത്രയും നാള് അവിടെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതാണ് ആ പോളിസികൾ നിലവിൽ അവിടെ എന്തൊക്കെ പോളിസി കാര്യങ്ങളൊക്കെയാണ് അത് റിവൈസ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് വേണം നമുക്കതൊരു സെറ്റിൽ ആവാനൊക്കെ ആയിട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത്രയും പോയിന്റ്സുകൾ 5 പോയിന്റ്സ് ആയിട്ട് തന്നേക്കുന്നത്. ഇതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താ? പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. അത് അവര് നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നില്ലേന്ന് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ഈ പറഞ്ഞ 5 പോയിന്റും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സംരക്ഷിക്കേണ്ടതാണ്. നമുക്ക് എന്താ പറഞ്ഞ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് കീപ്പ് ചെയ്യുന്നില്ലേ, പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് അത് കീപ്പ് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ ഫോംസുകൾ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോമുകൾ വെരിഫൈ ചെയ്യുക. പിന്നെ റെക്കോർഡുകളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. റെക്കോർഡുകളൊക്കെ കറക്റ്റ് ആയിട്ട് നിലനിർത്തുക. മൂന്നാമത്തെ പോയിന്റ്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺ. ഡിപ്പാർട്ട്മെന്റ് അത് നന്നായിട്ട് ആരെ കൺട്രോൾ ചെയ്യണം? വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യണം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും അത് സെറ്റിൽ ചെയ്യാനും വേണ്ടി മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസീസ്. നിലവിലുള്ള നയങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ്. പിന്നെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ പുതിയ ക്ലാസ് ആണ്, പുതിയ ചാപ്റ്റർ CSSD ആട്ടോ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD. ഓക്കെ, ബ്ലഡ് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ബ്ലഡിലെ കമ്പോണൻസ്, ഓരോ കമ്പോണൻസ് ഉണ്ടല്ലോ, 4 കമ്പോണൻസ്, അത് തന്നെ അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും സെറ്റിൽ ചെയ്യാനും വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക, ഉണ്ടാക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾക്കപ്പോ നമ്മൾ ഇന്നെടുത്ത പോയിന്റ്സുകളൊക്കെ ക്ലിയർ അല്ലേ? പിന്നെ എല്ലാവരും ഒന്നോടെ ഒന്ന് ആ ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, അപ്പൊ അത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ട്രാൻസ്ഫ്യൂഷൻ പറഞ്ഞു. പിന്നെ അതുപോലെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് പറഞ്ഞു. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും പറഞ്ഞു. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ടീച്ചർ അവിടെ മീറ്റിംഗിലാണ്. ഓക്കെ, താങ്ക് യു, ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.